ഒരു കപ്പ് വാം വാട്ടർ എടുത്തു കേട്ടോ. അതിലേക്ക് ഏകദേശം 1/2 ടീസ്പൂണോളം ചിയ സീഡ് ഇട്ട് ഒരു മുക്കാൽ മണിക്കൂറോളം മിനിമം സോക്ക് ചെയ്തതിന് ശേഷം ഞാൻ കുടിച്ചു കേട്ടോ. അപ്പം തന്നെയല്ല കുടിച്ചത്, ഒരു മിനിമം അരമണിക്കൂർ കഴിയണം. ഞാനൊരു ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ കുടിച്ചത്. അത് ഏകദേശം ഒരു 8 മണിയായപ്പോഴാട്ടോ കുടിച്ചത്. അതിന് ശേഷം ഒരു 10 മണിയായപ്പോൾ ഞാൻ സ്മൂത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പപ്പായ വെച്ചിട്ട് സ്മൂത്തി, നല്ല തിക്ക് സ്മൂത്തി ആയിരുന്നു. അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് അതാണ് പിന്നെ കഴിച്ചത് കേട്ടോ. കിസ്മിസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ ഡേറ്റ്സൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാൻ കഴിച്ചു. അപ്പോൾ പിന്നെ ഇത് കഴിച്ചാൽ പിന്നെ പെട്ടെന്നൊന്നും നമുക്ക് വിശപ്പ് തോന്നില്ല, കാരണം നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ഫുഡാണ് സ്മൂത്തി എന്ന് പറയുന്നത്. വയറ് ഫുള്ളായിട്ടിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ട് കേട്ടോ. എന്ന് കൂടെ പരിപ്പ് മുളക് കാച്ചിയതും പിന്നെ മുളക് ചമ്മന്തി കൂടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇന്ന് മോള് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ചോറും പരിപ്പ് മുളക് കാച്ചിയതും ചമ്മന്തിയും കൂടിയിട്ട് ഉച്ചയ്ക്ക് ഞാൻ ഊണ് കഴിച്ചു കേട്ടോ. ഇതുണ്ടായാൽ തന്നെ വേറൊരു കറിയും വേണ്ട ശരിക്കും പറഞ്ഞാൽ, പരിപ്പുണ്ടായാൽ തന്നെ. പിന്നെ ഈവനിങ് ആയപ്പോഴേ ഒരു ചെറിയൊരു തലവേദന പോലെ തോന്നി. അപ്പം ഞാൻ നല്ല ചൂട്ടോട് കൂടി പാൽ ചായയാണ് കുടിച്ചത് കേട്ടോ. പാൽ ചായ കുടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. പിന്നെ ഞാൻ പാൽ ചായയാണ് കുടിച്ചത്. പിന്നെ രാത്രി നമ്മുടെ സ്പെഷ്യൽ സ്പൈസി, അതുപോലെ ഉപ്പും അതുപോലെ സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ബ്രെഡിൻ്റെ ബുൾസയും അതുപോലെ ബീട്രൂട്ട് തോരനും കഞ്ഞിയായിരുന്നു കേട്ടോ രാത്രി. അപ്പോൾ അതായിരുന്നു ഇന്ന് ഞാൻ കഴിച്ചത്. പിന്നെ രാത്രി ഞാൻ അതിന് ശേഷം പഴം കഴിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ അതിനുള്ള വയറുണ്ടാകുന്നില്ല. അപ്പം ഞാൻ കഞ്ഞിയും ബീട്രൂട്ട് തോരനും അതുപോലെ സ്പൈസി ആയിട്ടുള്ള നമ്മുടെ മുട്ട ബുൾസയും ഞാൻ രാത്രി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കഴിച്ചത്. അപ്പം നിങ്ങളൊക്കെ എങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് റിലാക്സായി ഉറങ്ങാൻ പോയോ?